കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. തൊഴിൽ മേഖലയോടും തൊഴിലാളികളോടും നരേന്ദ്രമോദി സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് പിണറായി വിജയനും കേരളത്തിൽ തുടരുന്നതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായി ഭരണം ലഭിച്ചത് സംസ്ഥാനത്ത് തൊഴിലാളി ദ്രോഹ നിലപാടിന് ആക്കം കൂട്ടി. തൊഴിലാളി സമരങ്ങൾക്കെതിരെ പിഴ ചുമത്തിയും കേസെടുത്തും നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രയാസമാണ് നേരിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷണം നൽകുന്നില്ല. തൊഴിൽ നൽകാൻ യാതൊരു നടപടിയുമില്ല. കശുവണ്ടി മേഖലയും കയർ മേഖലയും തകർന്നു. പുതിയ യന്ത്രങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും വരുന്നത് നല്ലതാണ്. അത് തൊഴിൽ മേഖലയെ തകർക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അശാസ്ത്രീയമായ പരിഷ്കാരമാണ് KSRTCയിൽ നടപ്പാക്കിയത്. ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കി. രാജ്യത്ത് മിനിമം വേതനം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. തൊഴിലാളികളെ അവഗണിക്കുന്ന സമീപനം തിരുത്തണം. തൊഴിലാളി വിരുദ്ധ മനോഭാവം തുടർന്നാൽ തൊഴിലാളികൾ വോട്ടിലൂടെ മറുപടി നൽകും. ആശാവർക്കർമാരെ തൊഴിലാളിയായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. തൊഴിലാളികളെ അണിനിരത്തിയ സർക്കാരുകൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് INTUC നേതൃത്വം നൽകും. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. നമുക്കറിയാം, ഒരു 11 വർഷമായി രാജ്യത്തൊരു ഗവൺമെന്റ്, 10 വർഷത്തോളമായി കേരളത്തിലൊരു ഗവൺമെന്റ്. ഈ രണ്ട് ഗവൺമെന്റുകളുടെയും ഭരണകാലഘട്ടങ്ങളിൽ ഇന്ത്യയിലും സംസ്ഥാനത്തും തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായി നമുക്ക് ഇന്ന് ഈ യോഗത്തിൽ ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്തു. പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണം ഇല്ലാതായിരിക്കും. ആരും സംരക്ഷിക്കാനില്ല. പണ്ട് കാലങ്ങളിലെ കേരളത്തിലെ ഗവൺമെന്റ് പ്രയോറിറ്റി എന്തായിരുന്നു അറിയോ? പരമ്പരാഗത വ്യവസായ മേഖലകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അവരെ കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ആ തൊഴിൽ പരമ്പരാഗതമായി ചെയ്ത് ശീലിച്ചു പോയവരെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ലാഭവും നഷ്ടവും നോക്കാതെ ബഡ്ജറ്ററി സപ്പോർട്ട് കൊടുത്ത് അവരെ നിലനിർത്തുക. അവരുടെ മക്കളുടെ മക്കളോ ഒക്കെ വരുമ്പോൾ അവർ വിദ്യാസമ്പന്നരായി മറ്റു തൊഴിലിൽ പോകും. പക്ഷെ നിലവിലുള്ള തൊഴിലാളികളെ അവരെ മാന്യമായി ജീവിക്കാനുള്ള സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ പ്രയോറിറ്റി ആയിരുന്നു കേരളത്തിൽ. എന്തുകൊണ്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല? ഒരു സംസ്ഥാന ഗവൺമെന്റ് പണമില്ല എന്ന് വിലപിക്കുന്ന ഒരു ഗവൺമെന്റ് ആകാൻ പാടുണ്ടോ? മാനേജ്മെന്റ് ആണ് ഒരു ഗവൺമെന്റ് ജോലി. ഫിനാൻസ് മാനേജ്മെന്റ് ആണ് ഒരു ഗവൺമെന്റ് ജോലി. അനന്തമായ സാധ്യതകളുള്ള ടൂറിസം മേഖലകളിൽ, അന്തർദേശീയ മേഖലകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ടൂറിസം ഡെവലപ്പ് ചെയ്താൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ലേ? കോടാനുകോടി രൂപ ഈ നാട്ടിലേക്ക് ഓടിയെത്തുകയില്ലേ? എന്തുകൊണ്ട് ശ്രീലങ്ക ടൂറിസം മേഖല വളരുന്നു? എന്തുകൊണ്ട് മറ്റുള്ള അയൽ സംസ്ഥാനങ്ങൾ വളരുന്നു? ഇതൊക്കെ നമ്മൾ കാര്യമായി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അയ്യോ അച്ഛാ കാള തൂറി എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? പണം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് പദ്ധതികൾ ഉണ്ടാവണം. ആ പദ്ധതികൾ വഴി എംപ്ലോയ്മെന്റ് കൊടുക്കാൻ കഴിയണം, തൊഴിൽ കൊടുക്കാൻ കഴിയണം. ഒരു സർക്കാരിനും തൊഴിലാളികൾക്കോ ആർക്കെങ്കിലും പണം വീതിച്ചു കൊടുത്ത് അവരെ നിലനിർത്താൻ കഴിയില്ല. അവർക്കറിയാവുന്ന തൊഴിൽ അവരെ കൊണ്ട് ചെയ്യിച്ച് അതിന്റെ വരുമാനം ഉണ്ടാക്കി അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകണം. ഇതാണ് INTUCയുടെ നിലപാട്. പരമ്പരാഗതമായ മേഖല, പ്ലാന്റേഷൻ മേഖല, ടെക്സ്റ്റൈൽ മേഖല നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാന മേഖലയായിരുന്നു ടെക്സ്റ്റൈൽ മേഖല. അത് സമ്പൂർണ്ണമായി തകർന്നു. ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കമ്പനികൾ, ഫെഡിന്റെ കമ്പനികൾ, സഹകരണ മില്ലുകളുടെ പ്രവർത്തനങ്ങൾ എല്ലാം സ്തംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലും 14 കളക്ടറേറ്റുകൾക്ക് മുൻപിലും മാർച്ചുകൾ സംഘടിപ്പിക്കും. സെക്രട്ടേറിയറ്റ് ഉപവാസവും നടത്തും. UDF സർക്കാർ തെറ്റു ചെയ്താലും INTUC ചോദ്യം ചെയ്യുമെന്നും INTUCയുടെ വോട്ട് ഷെയർ എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.